So I'm back with another mini vlog. ഇന്ന് ഞാൻ ദാ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ബ്ലൗസ് സ്റ്റിച്ച് ഫ്രം മുഖി ബുട്ടീക്ക് കേട്ടോ. ഉമ ചേച്ചിയുടെയാണ് ഈ ബുട്ടീക്ക്. എത്ര തലേദിവസം ഈവൻ ഒരു 2 മണിക്കൂർ സമയമുള്ളപ്പോൾ ഉമ്മ ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്താലും ഇത്രയും പെർഫെക്ഷനോടെ മാത്രമേ ചേച്ചി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരുള്ളൂ കേട്ടോ. എന്റെ വാർഡ്രോബിലുള്ള ദോസ് പെർഫെക്റ്റ് ബ്ലൗസസ് ആർ ഓൾവേസ് ഫ്രം മുഖി ബുട്ടീക്ക്. എപ്പോഴും അണ്ടർ 2 മിനിറ്റ്സ് സാരി ഉടുക്കുന്ന ഞാൻ 21 മിനിറ്റ് എടുത്ത് ഇങ്ങനെയും ഡ്രേപ്പ് ചെയ്യാമെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ബ്ലഷിംഗ് ടോണിന്റെ ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് 2 പേര് എനിക്ക് സാരി ഡ്രേപ്പ് ചെയ്യാൻ വന്നപ്പോഴാണ് കേട്ടോ. ആൻഡ് ഐ ഓൾസോ റിയലൈസ് ദാറ്റ് ഒരു സാരിയുടെ അങ്ങേ അറ്റത്ത് ആ ഭംഗി നമുക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി ഡ്രേപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഭംഗിയും എലഗൻസും ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പോത്തീസിൽ നിന്ന് ഞാൻ ഈ സാരി വാങ്ങിക്കുമ്പോൾ ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ എന്ന് തന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇന്നിതാ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്ത് എന്നെ ഈ മിററിൽ കണ്ടപ്പോഴാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു ക്രാഫ്റ്റ് ആണ് ഗൈസ്, ഇങ്ങനെ സാരി ഉടുപ്പിക്കുന്നത്. കണ്ണാടിയിൽ കണ്ടിട്ടും കണ്ടിട്ടും എനിക്ക് മതി വരുന്നേ ഇല്ലായിരുന്നു കേട്ടോ. സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ടു ദീസ് 2 ആർട്ടിസ്റ്റ് ഹു കെയിം ഫ്രം ബ്ലഷിംഗ് ടോൺ മേക്ക് ഓവർ സ്റ്റുഡിയോ. എപ്പോഴും ഹെയർ സ്റ്റൈൽ ആൻഡ് മേക്കപ്പ് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, കാരണം വേറെ ആരെങ്കിലും ചെയ്താൽ എനിക്ക് അതൊട്ടും സൂട്ട് ആവില്ല എന്ന് ഡീപ്ലി വിശ്വസിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്തായാലും കുറെ അധികം ഹെയർ സ്റ്റൈൽസ് സജസ്റ്റ് ചെയ്തെങ്കിലും അവരെ വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. എന്റെ സ്ഥിരം ആ ലോബൺ സെന്റർ പാർട്ടീഷൻ ഹെയർ സ്റ്റൈലിലോട്ട് തന്നെ ഞാൻ കൊണ്ടെത്തിച്ചു കേട്ടോ. അങ്ങനെ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ 2 പേരും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലയന്റ് ആയിപ്പോയില്ലേ, സഹിച്ചല്ലേ പറ്റുള്ളൂ. വന്ന 2 പേരും വെറുപ്പിച്ചിട്ട് എന്റെ ഔട്ട്ഫിറ്റ് ചെക്ക് എടുക്കാനായിട്ട് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ എന്റെ സുന്ദരനും സുമുഖനുമായ എന്റെ ഭർത്താവ് അക്ഷമനായി, കൂടാതെ സമയം താമസിച്ചതിനാൽ നിരാശപ്പെട്ട് കാറിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്റെ കൂടെ കണ്ടന്റ് ക്രിയേറ്റർ ആകണമെന്ന മോഹത്തോടു കൂടി ഇൻസ്റ്റാഗ്രാമിന്റെ മടയിലേക്ക് കാലെടുത്ത് കുത്തിയ എന്റെ ചിക്കുകുട്ടി കാണാൻ കൊള്ളാമോ? ചിക്കുന്റെ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. ഞാൻ ഈ ഇട്ടിരിക്കുന്ന താമര വെച്ചിട്ടുള്ള ഈ ചോക്കർ വെറും 49 രൂപയ്ക്ക് തിരുനെൽവേലി റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? വിശ്വസിച്ചേ പറ്റൂ, കാരണം ഞാൻ കള്ളം പറയൂല. നമ്മൾ നേരെ പോകുന്നത് ബ്ലഷിംഗ് ടോൺ റെന്റൽ ജ്വല്ലറി ആൻഡ് കോസ്റ്റ്യൂംസിന്റെ ഇനോഗ്രേഷൻ വെന്യൂലേക്കാണ് കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുൾ ഷോറൂമാണ് ഇവർ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു വീണ ആൻഡ് ഹെർ ഹസ്ബൻഡ് വിനീതേട്ടൻ. 2 പേരുടെയും അങ്ങേ അറ്റത്തെ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ആണ് നമുക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്ലേസ് കിട്ടിയത് കേട്ടോ. അവരുടെ മേക്ക് ഓവർ സ്റ്റുഡിയോ ആണെങ്കിലും അവരുടെ യൂണിസെക്സ് സലൂൺ ആണെങ്കിലും ഇപ്പോ റെന്റൽ ജ്വല്ലറി ആൻഡ് കോസ്റ്റ്യൂം ടോപ്പ് നോച്ച് ആണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഒരു അസറ്റ് ആണ് കേട്ടോ. ഒരു വെഡിങ് സീസൺ വരുമ്പോൾ ഒത്തിരി കാശ് പൊട്ടിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒരു വിസിറ്റ് നിങ്ങൾ ഇവിടെ നടത്തിയാൽ മേ ബി നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കും കേട്ടോ. ഇനോഗ്രേഷൻ പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫേഴ്സും നടക്കുന്നുണ്ട്. ഇനി ഒരല്പം സെൽഫ് ലവ് ആയാലോ? ഈയിടെയായിട്ട് ഞാൻ എന്നെ തന്നെ പ്രേമിക്കുന്നത് ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ഇങ്ങനെ പ്രേമിച്ചു കൊല്ലാൻ എന്റെ ഭർത്താവിന് ശേഷം പിന്നെ എനിക്ക് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. പക്ഷെ ഐ ഫീൽ റിയലി ഗുഡ് ഫോർ ലവിങ് മൈസെൽഫ് ലൈക്ക് ദിസ് അഗൈൻ കേട്ടോ. അപ്പൊ എന്തായാലും ട്രിവാൻഡ്രത്തുള്ളവര് നമ്മുടെ ബ്ലഷിംഗ് ടോണിന്റെ റെന്റൽ ജ്വല്ലറി ആൻഡ് കോസ്റ്റ്യൂം പുതിയ ഷോറൂമിലേക്ക് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.